പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിൽ നടന്ന ഒരു ക്രൈമാണ്. ഇത് നടന്നത് ചെന്നീർക്കര, ഇത് രണ്ട് പഞ്ചായത്താണ്. വളരെ വേഗത്തിൽ ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിലേക്ക് വന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആവേശത്തോടെ പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബിനു വാഴമുട്ടം ഇവിടെ വന്ന ഒരമ്മയുടെ കയ്യിൽ നിന്ന് 8 സെന്റ് വസ്തു എഴുതി വാങ്ങിച്ചു. ഇനിയും അമ്മയെക്കുറിച്ച് 2 വാക്ക്. നമ്മുടെ കുട്ടികൾ കട്ട് ചെയ്യുമ്പോൾ ഈ അമ്മയെ കൊണ്ടെത്തുന്ന വീഡിയോ, അമ്മ നിൽക്കുന്ന വീഡിയോ, അമ്മയുടെ വീടിൻ്റെ വീഡിയോ, ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വസ്തുവിന് 18 ലക്ഷം രൂപ കിട്ടും. അത് കള്ളക്കഥയുണ്ടാക്കി ഞാൻ കൈക്കലാക്കി എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ ഞാൻ ഈ വസ്തു എഴുതി വാങ്ങിച്ചു. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആതിരാമാടത്തിൻ്റെ വർഷം. നിങ്ങൾ കേൾക്കുക പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് അങ്ങനെയല്ല. ഈ അമ്മയെ 5 വർഷത്തിന് മുൻപ് പന്തളം ജനമൈത്രി പോലീസ് സരോജനി എന്ന് പറയുന്ന അമ്മയെ, നായർ സമുദായത്തിൽപ്പെട്ട അമ്മയെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ജനമൈത്രി പോലീസ് എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അവിടെ വരും. എന്നോട് കൂടി അന്നത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭാരവാഹികളും ജനമൈത്രി പോലീസിലെ 2 ആളുകളും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെല്ലുന്നു. അവർ പോലീസ് വാഹനത്തിൽ, ഞാൻ എൻ്റെ വാഹനത്തിൽ, സ്നേഹത്തണൽ ആ വാഹനത്തിൽ. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഈ അമ്മയെ പോലീസുകാരുൾപ്പെടെ സ്നേഹത്തണലിൽ കൊണ്ടുവരുന്നു. അമ്മ എന്നോട് വരുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് അവിടുത്തെ അന്ന് അത് നമ്മുടെ സ്നേഹത്തണലിൽ നടത്തിക്കൊണ്ടിരുന്ന മാനേജരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബിനു പാസ്റ്ററെ കാണണം. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി അനാഥ മന്ദിരത്തിൽ പോയിട്ടുണ്ട്. ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലും ഇത്രയും മേൽത്തരമായി ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പാസ്റ്റർക്ക് ഈ വസ്തു എഴുതിത്തരാൻ ആഗ്രഹമുണ്ട്. 8 സെന്റ് സ്ഥലം പാസ്റ്റർക്ക് എഴുതി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കോ സ്നേഹത്തണലോ അമ്മയുടെ 1 സെന്റ് വസ്തുവും വേണ്ട, ഞാൻ വാങ്ങില്ല. അമ്മ ഒന്നുകൂടെ ചിന്തിക്കുക, എനിക്ക് വേണ്ട, അമ്മ മരിക്കും വരെ അമ്മയുടെ പേരിൽ കിടക്കട്ടെ. അങ്ങനെ കാലങ്ങൾ നീണ്ടുപോയി. കൃത്യം 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ഫംഗ്ഷന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, എന്നെ മോനെ എന്നാ വിളിക്കുന്നത്, മോനെ ഞാനൊന്ന് വസ്തുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി സേഫാണ്. ഈ അമ്മയ്ക്ക്
അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാൻ പ്രത്യേകം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കല്ല, എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഴ്ചകളൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് ഞാൻ അഡ്രസ്സ് ചെയ്യും. അതിനെക്കുറിച്ച് ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പലതും പറയാൻ എനിക്ക് വൈമുഖ്യമുള്ളത്. സ്നേഹിതരെ, എന്നെ വിമർശിക്കുന്നവരെ, ഞാൻ വിമർശനത്തിന് അധീനനല്ല. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. എൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ ഈ രാജ്യം തരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിക്കും. അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. സ്നേഹിതരെ, എൻ്റെ പേരിൽ അങ്ങനത്തെ യാതൊരു കേസുകളും ഇന്നുവരെ ഇല്ല. നിങ്ങളത് മനസ്സിലാക്കുക പ്ലീസ്. ഞാൻ തുടരുകയാണ്. ഈ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പ്രാർത്ഥിച്ച അമ്മയോട് പറയാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അമ്മ മരിക്കും വരെ അമ്മയുടെ പേരിൽ കിടക്കട്ടെ, അതിനുശേഷം അത് നമുക്ക് അർഹരായവർക്ക് കൊടുക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കൾ അതെടുക്കും, അവർക്ക് കൊടുക്കരുത്. എന്നെ ആരും നോക്കിയിട്ടില്ല, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ആരും തന്നിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം കേൾക്കണം, നമുക്ക് ഒരമ്മയെ നോക്കാൻ പ്രയാസമാണ്. ആ സമയത്ത് ഇത്രയും ആളുകളെ നോക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അവരുടെ മലമൂത്ര വിസർജനം എടുത്തിട്ടുള്ള പാസ്റ്റർ, അവരെ കുടിപ്പിച്ചിട്ടുള്ള പാസ്റ്റർ, അവർക്ക് അവരുടെ കഫം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത്, ക്യാൻസറുള്ള അമ്മയുടെ കഫം എൻ്റെ കൈകൊണ്ടെടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുള്ള പാസ്റ്റർ. വിമർശിക്കുമ്പോൾ ഇത്രയും കൂടെ ഒക്കെ ഒന്ന് കേട്ടിട്ട് വിമർശിക്കാവൂ എന്ന് നിങ്ങളെ സ്നേഹത്തോട് ഓർപ്പിക്കുക. അങ്ങനെ സരോജിനി അമ്മയുടെ ഈ വസ്തു പന്തളത്ത് തന്നെയുള്ള സ്വന്തമായി വസ്തു ഇല്ലാത്ത ഒരമ്മയ്ക്ക് എഴുതി കൊടുത്തു. എൻ്റെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ്. അപ്പൊ താങ്കൾ പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത കള്ളം, കള്ളൻ നമ്പർ 3. താങ്കൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. 4ാമത്തെ കള്ളം, ഞങ്ങളവിടെ പാല് വാങ്ങുന്നില്ല. ഞങ്ങളവിടെ പാല് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പണമാണിത്. പാല് വാങ്ങാൻ വേണ്ടി നിങ്ങളിത് നോക്കുക. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഇതിനാൽ ഞങ്ങൾക്ക് എവിഡൻസ് ഉണ്ട്. താങ്കൾ ഈ പറയുന്ന പോലെ മാധ്യമത്തെ കാണുമ്പോൾ ആവേശത്തോടെ ഞങ്ങൾ പറയുകയല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കൊള്ളുക. ഇത്രയും രൂപയുടെ പാലാണ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അതുപോലെ അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ മറ്റൊരു കുട്ടിയുണ്ട്. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറയാൻ ആളല്ല. മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ആണും പെണ്ണും ഒക്കെ ഉള്ള നാടാണ്. എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ആരെയും താഴ്ക്കാൻ ശ്രമിക്കില്ല, ഇല്ല. ഇനിയും എനിക്ക് എന്തെങ്കിലും വീഴ്ച വന്നാലും അത് ഞാൻ പുറത്തു പറയില്ല, അതെൻ്റെ സ്വഭാവമാണ്. ഞാൻ ഇന്നൊരു അധികാരത്തിലുള്ള ഒരാളോട് പറയുമ്പോൾ എന്നോട് ചോദിച്ച് ഇന്നയാളെ പൂട്ടരുതോ, ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചെയ്യില്ല. ഇല്ല, അത് ചെയ്യേണ്ട ദൈവമാണ്, ഞാൻ ചെയ്യില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര മാഡമേ, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു വൈരാഗ്യമില്ല. ഈ എലോഹിമിലിരിക്കുന്ന ഒരാളോടും ഒരു വൈരാഗ്യമില്ല. എല്ലാ യൂട്യൂബേഴ്സിനോടും, എല്ലാ വാർത്ത കൊടുത്തിട്ടുള്ളവരോടും, എല്ലാ മുഖ്യധാര മാധ്യമങ്ങളോടും പറയുക, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് തിരുത്തണം, തിരുത്തി പറയണം. ഈ ക്രൈം ഒന്നും നടന്നത് എലോഹിമിലല്ല, ഇവിടെ ക്രൈം നടന്നിട്ടില്ല.